Sajno. Welcome to Premier Footwear. Let's Dance Season 2. ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. As usual, നമ്മുടെ ഷോ ഹാസ് begun, but അതിനു മുമ്പ് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. Welcome, Romeo Juliet. Laila Majnu. Our Chief Judge, the very pretty and the only one, Shadi Master. Welcome judges to Premier Footwear. Let's Dance Season 2. അങ്ങനെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ തുടങ്ങാറായി. ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ന് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും പെർഫോം ചെയ്യാൻ പോകുന്നത്? ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഫിറോസ് ആൻഡ് ഷമീർ ഫോർ ദി മലയാളം മില്ലേനിയം ഹിറ്റ്സ് റൗണ്ട്. ഹായ് ഫിറോസ്, ഹായ് ഷമീർ. എന്റെ ഇൻട്രൊഡക്ഷൻ കഴിയുന്ന മുമ്പ് തന്നെ നിങ്ങൾ നടന്നു വന്നല്ലോ. അത്രയ്ക്ക് എക്സൈറ്റഡ് ആണോ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട്? ഏത് പാട്ടാണ്? ഓക്കെ, കുഞ്ചാക്കോ ബോബൻ ആൻഡ് ഉണ്ണി മുകുന്ദൻ. ഒരു ഇതിനകത്ത് ആരാ കുഞ്ചാക്കോ ബോബൻ, ആരാ ഉണ്ണി മുകുന്ദൻ? നമുക്കറിയണം ആരാണ് ചാക്കോ, ആരാണ് ഉണ്ണി. ശരി, നീ ഉണ്ണി മുകുന്ദൻ. കറക്റ്റ് ആള് അല്ലേ? ഉണ്ണി മുകുന്ദന്റെ പേഴ്സണാലിറ്റി തന്നെയാണ്. മസിൽ കുറച്ച് ഉണങ്ങി പോയോന്ന്? ഇവരെ പറയാൻ പാടില്ല ബിക്കോസ് ഇവരുടെ സ്ട്രെങ്ത് ഇവർ പ്രൂവ് ചെയ്ത് കാണിച്ചു ഓൾറെഡി. സോ ബോയ്സ്, വെൽ ഡൺ ഫോർ അയ്യോ ഞാൻ പോവാ, ബൈ. കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ചല ചലമ പോട്ടി മാനത്ത് പറകണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ടി, കണ്ണു ചല ചലകി പോട്ടി. കക്കമലകിലെ കക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ, കണ്ണേ താമരേ കാതിൽ തേൻമഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ, പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ, കാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ, താനക 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 താതിന്തോ, താനക 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 താതിനന്തോ, കാക്കമലയിലെ കൈക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ, കണ്ണേ താമരേ കാതിൽ തേൻമഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ. പൂത്തൊരുങ്ങും കണിക്കൈത ദൂരെ പഴം കാട്ടുവായി പാർത്തു നിന്നേ, ഒരു വെള്ളം കരിങ്കോരി നീക്കാൻ കരിങ്കോരനും കാത്തു നിന്നേ, ചേറ്റുമുളം പേറ്റി വരും നീറ്റുമുളങ്കാറ്റ് ആട്ടകളോടെ ചൊടുവിൽ നീയും ഇതാ തോറ്റ്, കരിവയലിലെ കുടമണിയുടെ കുണുകുണുങ്ങൽ പോലെ കുഞ്ഞിക്കുറുങ്ങണ കുഞ്ഞു കുരുവിക്ക് നെറ്റി കുടുക്കിട്ടതാരേ, കളിച്ചിരിയുടെ കുളിരിലകൾ ഇളമുകിലുകൾ പോലെ കടകടക്കണ്ണ് കുഞ്ഞിക്കിനാവിന്റെ കരിമണിയിട്ടതാരേ, കണ്ണത്തി കിടക്കണമുണ്ടത്തി പരലിന്റെ കണ്ണ് ജല ജലമേ പോട്ടെ, മാനത്ത് പറക്കണ ചെമ്പരുന്തിന്റെ കണ്ണ് ജല ജലകി പോട്ടെ, പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ, കാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ, താനക 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 താതിന്തോ, താനക 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 താനക
a short break and be right back only on Premier Footwear. Let's Dance Season 2. ഒരു കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ എങ്ങോട്ട് പോകുന്നു, ബോഡി എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആയിട്ട് ഡാൻസ് വരുന്നുണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ. Dance with happiness, dance with celebration, dance with romance, now dance with pain. ഡാൻസിലൂടെ എങ്ങനെ നമുക്ക് ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാൻസ് വിത്ത് പെയിൻ വാസ് റിയലി വൺ റൗണ്ട് വിച്ച് ഐ റിയലി ലവ്. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി. ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചതെക്കാട്ടിലും ഇനിയും ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫോം, നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ പഴമയായിട്ടുള്ള ഒരുപാട് ഫോംസ് ഉണ്ട്, അത് നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം എടുക്കണം. Firoz, Shameer, Millennium Hits round one of the best songs ആണ് ഇവർ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ശാന്തി മാസ്റ്ററിൽ തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? I want to appreciate them for the selection of this song. നല്ല ഒരു ഫോർമേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൊറിയോഗ്രാഫിയിൽ. അതായത് അറിയാതെ ആ മൂമെൻറ്റ്സിലൂടെ തന്നെ അങ്ങനെ പോയി വേറെ വേറെ ഫോർമേഷനിൽ വന്നത് നന്നായിരുന്നു. പിന്നെ ഇതിൽ ഒരാൾ വന്ന് പാടിയിട്ട് പോവും, അടുത്ത ആൾ വന്ന് പാടി, അതെല്ലാം ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ നിങ്ങൾ ചെയ്ത ഡാൻസ് തുടക്കം മുതൽ അവസാനം വരെ ഇറ്റ് വാസ് ഇൻ ദ സെയിം നോട്ട്. പാട്ട് സ്പീഡാണ്, കുറച്ച് താനന താനന താന, അവിടെ വരുമ്പോൾ കുറച്ച് വേറെ വേരിയേഷൻ വർത്തനമായിരുന്നു. കുറച്ച് എന്താണെന്നറിയോ, ഫുൾ ഇങ്ങനെ ഡാൻസ് ചെയ്ത് പോയാൽ there was nothing special to follow in that. ഡാൻസിങ് ഇതിൽ ഫെറോസ് എപ്പോഴുമുള്ള ഒരു കുഴപ്പമാണ് ഫിനിഷ് ചെയ്യുന്നില്ല. വി ഹാവ് ടു യൂസ് ആ ഇൻ്റലിജൻസ്. ഇപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ കുറച്ച് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പോസ് എടുത്തിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ക്ലിയർ മൂമെൻറ്റ്സ് ആയിരിക്കണം. നിങ്ങൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഫുട്ടിൻ്റെ പൊസിഷനിങ് ഒക്കെ ഒരു കംപ്ലീഷൻ ഇല്ലാണ്ട് പോയി, ഫ്ലാറ്റ് അങ്ങ് പാടി. ഷമീർ ഓക്കെ, കുഴപ്പമില്ല, ഷമീർ ട്രൈഡ് യുവർ ബെസ്റ്റ് ടു ഡു. നല്ല ഗ്രൂപ്പ് സപ്പോർട്ടാണ്, വെരി ഗുഡ് ഗ്രൂപ്പ് സപ്പോർട്ട്. അവർ ഡാൻസിൽ മാത്രമല്ല, ഇടയ്ക്കുള്ള ഒരു എൻകറേജ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ഷൗട്ട്സ് ഒക്കെ വന്നപ്പോൾ ദേ വർ ആക്ച്വലി ട്രൈങ് ടു എൻകറേജ് യു ഓൾ. നല്ല ഒരു ടീം സപ്പോർട്ടാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാസ്റ്റർ. റോമിയോ ജൂലിയറ്റ്. ഫിറോസ്, ഷമീർ, നല്ല ഡാൻസ് ആയിരുന്നു, എൻജോയ് ചെയ്തു. പിന്നെ മാസ്റ്റർ പറഞ്ഞ സെയിം കമൻസ് തന്നെയാണ്, പെർഫെക്ഷൻ ഒരല്പം കുറവായിട്ട് തോന്നി. ഷമീർ ആദ്യമൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു, പ്രത്യേകിച്ച് ആ ഒരു ഇരുന്നിട്ടുള്ള മൂമെൻ്റൊക്കെ ഫിറോസ് കറക്റ്റായിട്ട് ചെയ്തു. അപ്പം ഷമീറിനെ നോക്കിയപ്പം ഷമീർ ഇരിക്കാതെ ആ ഒരു പെർഫെക്ഷൻ ഷമീറിന് പോയി. അങ്ങോട്ട് ഒരു ബാലൻസ്ഡ് ആയിരുന്നില്ല, നിങ്ങൾ ഒരേപോലെ ഒരു ഇത് ചെയ്തില്ല. വി വാണ്ട് മോർ. ഈ ഒരു സെമി ഫൈനൽ റൗണ്ടിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡാൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അതാണ് നിങ്ങളുടെ ഒരു സജഷൻ. ഇനിയും ഉണ്ട് റൗണ്ട്സ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലേല മജ്നു. ഹായ് ഫിറോസ് ആൻഡ് ഷമീർ. ഇറ്റ് വാസ് എൻ എനർജറ്റിക് പെർഫോമൻസ്. സ്റ്റേജ് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അത്രത്തോളം ഫോർമേഷൻസ്, പൊസിഷനിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സീക്വൻസസ് ഇൻക്ലൂഡ് ചെയ്തു നിങ്ങൾ. ബട്ട് എനിക്ക് ഫിറോസിനോട് പറയാനുള്ള ഒരു കാര്യം, ട്രൈ ടു പ്രാക്ടീസ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഒരു കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ എങ്ങോട്ട് പോകുന്നു, ബോഡി എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആയിട്ട് ഡാൻസ് വരുന്നുണ്ടോ, ആ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, ആ ടൈമിങ്ങിനനുസരിച്ച് അടുത്ത മൂവ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടോ, ഇതെല്ലാം കറക്റ്റായിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഷമീർ കുറേ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നു, എല്ലാം ഫ്ലോർ വർക്ക്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിറോസ് അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഫിറോസിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഫിറോസ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങ് പാട്ടിൻ്റെ ഒഴുക്കിനങ്ങ് പൊക്കോളുമെന്നാണ്. ഇപ്പോൾ 1 2 3 4 5 6 7 8 കൗണ്ട്സ് ഉണ്ടെങ്കിൽ 8 കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത മൂവ്മെൻറ്റിലേക്ക് കടക്കുക. സോ അതും ആ ഒരു പെർഫെക്ഷൻ മാത്രം കുറച്ച് ക്ലിയർ ചെയ്യണം. ഓവറോൾ ഇറ്റ് വാസ് എൻ എനർജറ്റിക് പെർഫോമൻസ്. നൈസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഒരു എനർജറ്റിക് പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പോൾ മാർക്സും നോക്കാം. റോമിയോ ജൂലിയറ്റ് out of 10. 9 on 10. 9 on 10. Leila Majnu. 8.5 on 10. 8.5 on 10. Shanti Master. And it goes in the box. Yo. Okay, but Firoz and Shami. Firoz,
തിരുത്തിയൊക്കെ അടുത്ത റൗണ്ടിൽ ഉഗ്രനായിട്ട് ഡാൻസ് കളിക്കാം. ഓക്കെ, good luck. Thank you team. Anyways, ഒരു ഷോർട്ട് ബ്രേക്കിന്റെ സമയമായി. We'll be back only on Premier Footwear Let's Dance Season 2. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാദി സർഗതാളമാർന്നതിവിടെ. Dance with happiness, dance with celebration, dance with romance, now dance with pain. ഡാൻസിലൂടെ എങ്ങനെ നമുക്ക് ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാൻസ് വിത്ത് പെയിൻ വാസ് റിയലി വൺ റൗണ്ട് വിച്ച് ഐ റിയലി ലവ്. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി. ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചതെക്കാട്ടിലും ഇനിയും ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫോം, നമ്മുടെ കേരളത്തിന് നമ്മുടെ പഴമയായിട്ടുള്ള ഒരുപാട് ഫോംസ് ഉണ്ട്, അത് നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം എടുക്കണം. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ഇളയരാജ ഹിറ്റ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു. പക്ഷേ അവരുടെ ഒരു വേഷമൊക്കെ കാണുമ്പോൾ കുറച്ച് ഞെട്ടാൻ പോവാണ് നമ്മളെല്ലാവരും. എനിവേസ് വെൽക്കം ടു ഹെഡ് ജിഷ്ണുദാസ്. ഇത് സുഹേദും ജിഷ്ണു തന്നെയാണല്ലേ? ഓക്കെ, ഇളയരാജ ഹിറ്റ്സ് റൗണ്ട് ഏത് പാട്ടാണ് സെലക്ട് ചെയ്തത്? ഞങ്ങള് പഴശ്ശിരാജയിലെ ആദിയുഷ സന്ധ്യ പൂത്തത്. ആദിയുഷ സന്ധ്യ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വേഷമൊക്കെ കാണുമ്പോ അടിമമാരാണ്. സിജ, അതും പിടിച്ചു വലിക്കല്ലേ മാ, ഉള്ളത് അത് മാത്രമാണ്. നീ അപ്പോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഉള്ള അത് എന്താ കോണിയല്ലേ? സോറി, ഞാൻ മറന്നുപോയി. ഓക്കെ, വെരി ഡെലിക്കേറ്റ് പീസ് ആണ് ഇത്. ഓക്കെ, സോറി. എനിവേസ് ഗുഡ് ലക്ക്. ഞാൻ ഇനി ഇതൊന്നും പിടിച്ച് നശിപ്പിക്കുന്നില്ല. ഓക്കെ, ബൈ. സന്ധ്യ പൂത്തതിവിടെ ആഹാദി സർഗതാളമാർന്നതിവിടെ. ബോധനിലാപ്പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ.
ജിഷ്ണു, സുഹേദ് ആൻഡ് ദ ഹോൾ ടീം. എനിക്ക് ടീമിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഈ ഒരു പെർഫോമൻസ് ടീം കാരണമാണ് ഇത്രയും യുനോ ഇത്രയും ശരിക്കും ഒരു പവർഫുൾ ആക്കിയത് തന്നെ. എനിവേസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം കിട്ടിയോ? കിട്ടിയോ? ഓക്കെ, പക്ഷെ ഈ പെർഫോമൻസിനെ പറ്റി നമുക്ക് ചോദിക്കാം. സ്റ്റാർട്ട് വിത്ത് റോമിയോ ജൂലിയറ്റ്. എങ്ങനെയുണ്ടായിരുന്നു? Suhaid and Jishnu Das. Yes, ma'am. This was very challenging. This song was very challenging actually. And semi-finals varumbodhu, and we are giving a choice. Ilayaraja hits anumod, there's lots of songs. Nariya dancing songs, nariya duet songs, nariya songs irukumbodhu you took you have taken a very unique and very different type of a song, and you justified actually. It was very nice. And your costumes and your makeup எல்லாமே நல்லா இருந்தது. ஐ ஃபெல்ட் அந்த ட்ரெஸ்ல பூசின அந்த கருப்பு கலர் அந்த சாயம் வந்து உடம்புலையும் கொஞ்சம் பூசியிருந்தா இன்னும் நல்லா இருந்திருக்கும். தட்ஸ் வாட் ஐ ஃபெல்ட். பட் அதர் தென் த பர்ஃபார்மன்ஸ், த வே யூ ஆல் பிரசன்ட், த எக்ஸ்பிரஷன், த பெயின் வாஸ் வெரி நைஸ். வெரி நைஸ், வெரி குட். ஆல் தி பெஸ்ட். താങ്ക് യു. ലൈല മജ്നു. ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. അത്രേ പറയാൻ മൈനസ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് കൊറിയോഗ്രാഫി, ദ വേ ദറ്റ് ലൈറ്റ്സ്, എവറിത്തിങ് എൽസ്, ഇറ്റ് ഹെൽപ്ഡ് യു ലോട്ട്. ഒരു സീക്വൻസ് പോലെ ഉണ്ടായിരുന്നു, ഒരു സ്റ്റേജിൽ ഒരു എന്താ പറയുക, ഒരു ഫിലിം സോങ് കാണുന്ന പോലെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഫീൽ. നിങ്ങളുടെ ഫീൽ കൂടെ നല്ല മേക്കപ്പാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തു. സ്മോൾ പ്ലേസസ്, സ്മോൾ മിസ്റ്റേക്സ്, അത് മാത്രം കറക്റ്റ് ചെയ്താൽ മതി. ബട്ട് മേജർ മിസ്റ്റേക്സ് ഒന്നുമില്ല. എല്ലാവരുമേ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റാർട്ടഡ് ഓൺലി ബിക്കോസ് ഓഫ് ഇളയരാജ സർ. ഇളയരാജ sir only did live instruments, and he did not one instrument, he did hundreds and thousands of instruments. That's why Ilayaraja sir music still சாப்பிட்டாலும் சரி எது பண்ணாலும் சரி Ilayaraja sir music கேட்டா நல்லா இருக்கு. താങ്ക് യു. ശാന്തി മാസ്റ്റർ. നിങ്ങളുടെ കൊറിയോഗ്രാഫർ ഷാനി അല്ലേ? Yes, ma'am. ഷാനി ഒരു വളരെ ഇമോഷണൽ ആളാണെന്ന് തോന്നുന്നു. എപ്പോൾ സെലക്ട് ചെയ്താലും ഏത് രീതിയിലുള്ള റൗണ്ട് കിട്ടിയാലും പുള്ളി അതിനകത്ത് ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവരും. ഈ ബ്രിങ് ഔട്ട് ഇമോഷൻസ്, ബിക്കോസ് ഇമോഷൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ആ പെർഫോമൻസ് അല്ലേ? ഈ ഓപ്പണിങ്ങിൽ ഇപ്പം നമുക്കറിയാം ഇത് സ്റ്റേജ് ആണെന്ന് അറിയാം, പക്ഷേ ആ ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് ഈ രണ്ട് ഗ്രൂപ്പായിട്ട് ഈ ജയിൽഡ്, അതായത് ഈ കമ്പികളുടെ ഇടയിൽ നിങ്ങൾ നിന്ന് കാണിച്ച ആ ആക്ഷൻസ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് പാവം തോന്നി. ഐ ഫൊഗോട്ട്. ഞാൻ കുറച്ച് സമയം നിങ്ങൾ ജിഷ്ണു ആണ് സുഹേദാണെന്ന് മറന്നിട്ട് ഐ സോ യു ഓൾ ഓൺലി ആസ് എ ക്യാരക്ടേഴ്സ്. സോ ദാറ്റ് വാസ് വെരി 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 സക്സസ്ഫുൾ, വെരി ഗുഡ്. ആൻഡ് ഇതിൻ്റെ ഒരു കൊറിയോഗ്രാഫി, എ ഡാൻസ് വിത്ത് പെയിൻ, ഡാൻസ് വിത്ത് ഹാപ്പിനെസ്, ഡാൻസ് വിത്ത് സെലിബ്രേഷൻ, ഡാൻസ് വിത്ത് റൊമാൻസ്, നൗ ഡാൻസ് വിത്ത് പെയിൻ. ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദാറ്റ്? ഡാൻസിലൂടെ എങ്ങനെ നമുക്ക് ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാൻസ് വിത്ത് പെയിൻ വാസ് റിയലി വൺ റൗണ്ട് വിച്ച് ഐ റിയലി ലവ്ഡ്. ഇറ്റ് വാസ് വെരി നൈസ് ഫോർ ദിസ് കോൺസെപ്റ്റ്. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു മാസ്റ്റർ. ഓക്കെ, അപ്പോൾ നല്ലൊരു കമന്റ്, നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. മാർക്സ്. റോമിയോ ജൂലിയറ്റ് out of 10. 9.5 on 10. Thank you, sir. 9.5 out of 10. ലൈല മജ്നു. 9.5 on 10. Thank you, ma'am. 9.5 out of 10. ശാന്തി മാസ്റ്റർ മാർക്ക് എഴുതി. മാർക്സ് ഒന്ന് ഇടട്ടെ. Okay, and there goes your mark. Thank you, Master. Thank you, judges. Anyway, Suhaid, Jishnu and your whole team, and to Shani Master, ഇങ്ങനത്തെ ഒരു സൂപ്പർബായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന് നന്ദിയുണ്ട്. ആൻഡ് ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഈ ഇങ്ങനത്തെ പെർഫോമൻസ് നമുക്ക് നമ്മുടെ ലെറ്റ്സ് ഡാൻസിൽ കാണാൻ പറ്റുന്നത്. ഐ ഫീൽ സോ പ്രൗഡ്, ആൻഡ് എസ്പെഷ്യലി സെമി ഫൈനൽ റൗണ്ടിലെ ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ് ചെയ്തതിന് congratulations. Thank you. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. We'll be back only on Premier Footwear. Let's Dance Season 2. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി. ഇപ്പം നിങ്ങളിത് പഠിച്ചതെക്കാട്ടിലും ഇനിയും ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫോം, നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ പഴമയായിട്ടുള്ള ഒരുപാട് ഫോംസ് ഉണ്ട്, അത് നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം എടുക്കണം. Welcome back to Premier Footwear. Let's Dance Season 2. നമ്മുടെ ലാസ്റ്റ് contestant ഇവിടെ all set to perform.
സ്വാഗതം ചെയ്യാം ബാദൽ സാഹിത്യ. വൺ ഫോം ഓഫ് ഡാൻസ് ആണ് ഇപ്പൊ നിങ്ങളുടെ റൗണ്ട് അല്ലേ? ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ദിസ് കഥകളി കോസ്റ്റ്യൂം. സീരിയസ്ലി ഞാൻ ആദ്യമായിട്ടാ ഐ എം സ്റ്റാൻഡിങ് സോ ക്ലോസ് ടു സംബഡി all dressed in Kathakali. Seriously, I've seen them on stage, പക്ഷേ so close ആദ്യമായിട്ടാ. And I'm feeling so proud. Anyways, ഈ ഒരു പെർഫോം ഞാൻ ശരിക്കും ആസ്വദിക്കാൻ പോവാണ്. എല്ലാവരും ആസ്വദിക്കും 100% ഷുവർ. ഗുഡ് ലക്ക്. താങ്ക് യു മാം. ഇത് ഞങ്ങൾ ഭസ്മാസുര മോഹിനിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റോറി, ഭസ്മാസുരനെ ഒരുപാട് നാൾ തപസ് ചെയ്തിട്ട് ശിവൻ വരം കൊടുക്കുന്നതാണ്. ആരുടെ നെറുകയിൽ ഇങ്ങനെ ചൂണ്ടുവിരൽ ചൂണ്ടിയാൽ അവരപ്പോൾ ഭസ്മമായി പോകും. അത് ഭസ്മാസുരൻ ശിവന്റെ മേലെ തന്നെ പരീക്ഷിക്കാൻ പോകുന്നതാണ്. എന്നിട്ട് അത് ശിവൻ വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിക്കുന്നു. വിഷ്ണു ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നതാണ്. വിഷ്ണുവാണ് അവസാനം ഡാൻസിലൂടെ, അതായത് മോഹിനിയുടെ വേഷത്തിൽ വിഷ്ണു ഭസ്മാസുരൻ്റെ അടുത്ത് എത്തിയിട്ട് ഭസ്മാസുരൻ മോഹിനിയെ കണ്ട് മയക്കുകയാണ്. അങ്ങനെ ഡാൻസിലൂടെ, നൃത്തത്തിലൂടെ ആണ് ഭസ്മാസുരനെ വധിക്കുന്നത് മഹാവിഷ്ണു. Wow, pretty. Anyways, good luck. Thank you. സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം അധരം മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം മൗനാചരണം മൗനാചരണം മതിയിനി
സുമുഖി അണയൂ സഖി നീ കുവലയ നയനേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി വദനം രുചിരം ഹൃദയാന്തഹരം മാദകഹാസം മാധവമാസം വദനം രുചിരം ഹൃദയാന്തഹരം മാദകഹാസം മാധവമാസം പ്രീളാവരണം മാറ്റുകതയീതേ വിജനം സദനം കിസലയ മൃദുലേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി Let's go for a short break and be right back only on Premier Footwear. Let's Dance Season 2. ഇപ്പം നിങ്ങളിത് പഠിച്ചതെക്കാട്ടിലും ഇനിയും ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫോം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ പഴമയായിട്ടുള്ള ഒരുപാട് ഫോംസ് ഉണ്ട്, അത് നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം എടുക്കണം. Badal Sahitya, what a beautiful and ethnic performance I can say. സത്യം ആ ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് ആവുമ്പം ഒരു ഗൂസ് ബംസ് ഉണ്ട്. സത്യം ആ ഒരു സാഹിത്യയുടെ പെർഫോമൻസ് കാണുമ്പോൾ. എനിവേസ് ഐ തിങ്ക് ബാദൽ യുവർ ഫസ്റ്റ് ടൈം ആണോ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. വൗ. എനിവേസ് മാസ്റ്റർ, സ്റ്റാർട്ട് ഫ്രം യു. വൺ ഫോം ഓഫ് ഡാൻസ് ഫ്രീഡം നിങ്ങളുടേതായിരുന്നു. അതിൽ നിങ്ങൾ ഒരു ഐഡൻറ്റിക്കൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡിഷൻ, നമ്മുടെ കേരളം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് നിങ്ങൾ കൊണ്ടുവന്നത്. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ഓണറാണ് നമ്മുടെ ഈ വേദിയിൽ നമ്മൾ ഈ ഒരു കഥകളി ഫോം കാണുമെന്ന് വെച്ചാൽ ഇറ്റ്സ് റിയലി ആൻ ഓണർ. താങ്ക് യു സോ മച്ച്. ഐ വുഡ് ലൈക്ക് ടു കോൾ യുവർ കൊറിയോഗ്രാഫർ ഓൺ ടു ദ സ്റ്റേജ്. കുറച്ച് ഡീറ്റെയിലിംഗ് ഇതിനെക്കുറിച്ച്, അതായത്
ചുമ്മാ ഒരു ഫോം ഇതിന് കമൻസ് അങ്ങനെ വിടാതെ വി വാണ്ട് ടു നോ എ ലിറ്റിൽ ഡീറ്റെയിൽ അബൌട്ട് കഥകളി. ക്യാൻ വി കോൾ അപ്പോൺ യുവർ കൊറിയോഗ്രാഫർ? വിനീത് മാസ്റ്റർ. നമസ്കാരം വിനീത് മാസ്റ്റർ. ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഇവരുടെ മേക്കപ്പിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പേരുണ്ടോ, അർത്ഥമുണ്ടോ? ഇത് കത്തി വേഷം എന്ന് പറയും. അത് Okay. രാജാപാട്ട് നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് നമ്മളിങ്ങനെ കൊടുക്കുന്നത് കത്തി വേഷം. മറ്റേത് മിനുക്ക് എന്ന് പറയും. മോഹിനിയായിട്ട് വരുമ്പോ മിനുക്ക് മിനുക്ക്. വേഷം. പിന്നെ പച്ചവേഷം, കരി, അതെല്ലാം വേറെ ഉണ്ട്. ചുവന്ന താടി എന്നെല്ലാം പറഞ്ഞിട്ട് വേറെ വേറെ വേഷങ്ങളുണ്ട്. അപ്പോൾ ഇവര് ഈ പാദം വെക്കുന്ന രീതിയൊക്കെ അത് അതിന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് മാസ്റ്റർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അത് കാലിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ആ, ചെയ്യുന്ന സമയത്തെല്ലാം. ഓക്കെ. സാധാരണ മറ്റുള്ള ഡാൻസ് പോലെ സമമായിട്ടല്ല ചെയ്യുന്നത്, ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കാല്. ഓക്കെ. മാസ്റ്റർ ഇവര് ഇത് നേരത്തെ ഇവര് പഠിച്ചിട്ടില്ല ഈ ഫോം? ഇല്ല, ഫസ്റ്റ് ടൈം. ശരിക്കും ഒരു കഥകളി പഠിക്കണമെങ്കിൽ ഒരു കഥകളി ഡാൻസർ ആവാൻ എത്ര വർഷം വേണ്ടി വരും? എത്രയോ വർഷം വേണം. അത് ശരിക്കും ഒരു ഇപ്പൊ തന്നെ 5-6 വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ കഥകളിയിൽ. ഞാൻ കേട്ടറിഞ്ഞത് ഒരു 10 വർഷം വേണ്ടി വരും തീർച്ചയായിട്ടും, ഒരു ആ. പൂർണ്ണതയായിട്ട് ഒരു കഥകളി ഡാൻസർ വരണം, ആവാൻ. ഉം. 10 years അല്ലേ മാസ്റ്റർ? യെസ്. അപ്പൊ ഇവർ എങ്ങനെ ബാദൽ സാഹിത്യ എത്ര ദിവസമാണ് അവരെടുത്തത് പഠിക്കാൻ? സത്യം പറഞ്ഞ ഒരു 3 ദിവസം അത്രേ എടുത്തുള്ളൂ പഠിക്കാൻ വേണ്ടി. വാവ്. ഇപ്പൊ കഥകളിയെ കുറിച്ച് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ അറിവുള്ളത് മാസ്റ്റർക്കാണ്, വിനീത് മാസ്റ്റർക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്? ഈ 3 ദിവസത്തെ മാത്രം ഒരു ഇത് സമയത്ത് കൊണ്ട് പഠിച്ചെടുത്ത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവരെ കഴിവിനനുസരിച്ച് ചെയ്തു എന്ന് പറയാം. പക്ഷെ നമ്മൾ ആ ഒരു ലെവൽ പെർഫെക്റ്റ് കഥകളി ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് അത്രയും വർഷം ഇല്ല, ചെയ്താൽ അത് മാത്രമേ പറ്റൂല. പറ്റുള്ളൂ. അത് ഞാൻ സമ്മതിച്ചു, അത് പറ്റൂല. പക്ഷേ ഞങ്ങളുടെ പിള്ളേര്, ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് ഓരോ റൗണ്ടിന് വേണ്ടി എത്രത്തോളം അവർ ഒരുപാട് കഷ്ടപ്പെടും. തീർച്ചയായിട്ടും മാസ്റ്റർ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാൻ അവരെ. താങ്ക് യു ബാദൽ സാഹിത്യ വൺസ് അഗൈൻ. രണ്ടുപേരും വളരെ നന്നായിട്ട്, അതായത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ യു ഓൾ ഡിഡ് എ വെരി ഫെയർ ജോബ്. നൈസ് ഇറ്റ് വാസ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചതെക്കാട്ടിലും ഇനിയും ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫോം, നമ്മുടെ കേരളത്തിന് നമ്മുടെ പഴമയായിട്ടുള്ള ഒരുപാട് ഫോംസ് ഉണ്ട്, അത് നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം എടുക്കണം. താങ്ക് യു ഓൾ ആൻഡ് ഗോഡ് ബ്ലെസ് യു. വിനീത് മാസ്റ്റർ ഫസ്റ്റ് ഞങ്ങൾ കഥകളി എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കഥകളി ചെയ്യണമെന്ന്. കാരണം ഇത്രയും കൊല്ലം പരിശ്രമിച്ച് ഓരോരുത്തർ വേഷം കെട്ടി ചെയ്യാന്ന് പറയുന്നത് നമ്മൾ 2 ദിവസം കൊണ്ട് ചെയ്യാൻ ഞങ്ങൾ വലിയൊരു ഭാഗ്യമാണ്. അതിന് ആദ്യം തന്നെ വിനീത് മാസ്റ്ററോടും പിന്നെ അമൃത ടിവിനോടും ഞങ്ങൾ താങ്ക്സ് പറയാം. താങ്ക്സ് ടു യു ഓൾ വൺസ് അഗൈൻ. താങ്ക് യു മാസ്റ്റർ. റോമിയോ ജൂലിയറ്റ്. ബാദൽ സാഹിത്യ. Sir. സാഹിത്യ പറഞ്ഞാണ് കറക്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വിനീത് മാസ്റ്ററിനാണ് താങ്ക്സ് പറയുന്നത്. കാര്യം ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കലാരൂപം അവർക്ക് 3 ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സുണ്ടല്ലോ, അതിനാണ് താങ്ക്സ് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ക്വാളിഫൈഡ് അല്ല. പക്ഷേ ഞാൻ ഈ ഒരു വേദിയിൽ വളരെയധികം എൻജോയ് ചെയ്തു. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 എല്ലാ വെറൈറ്റി ഡാൻസും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അത്രയും അനുഗ്രഹിക്കപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ്. പോപ്പാണെങ്കിലും ക്ലാസിക്കലാണെങ്കിലും ഇപ്പം കഥകളി വരെ നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്കും പ്രേക്ഷകർക്കും ഉണ്ടായി. അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഇതൊരു വലിയൊരു ചലഞ്ചാണ് നിങ്ങൾ ഏറ്റെടുത്തത്. ഇറ്റ് വാസ് സക്സസ്ഫുൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബാദൽ സാഹിത്യ. താങ്ക് യു. ലല മജ്നു. ബാദൽ ആൻഡ് സാഹിത്യ ആദ്യം തന്നെ കേരളത്തിൻ്റെ തനതായ കലാരൂപമായ കഥകളി എടുത്ത് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ഒരുപാടധികം താങ്ക്സ്, ഒരുപാടധികം നന്ദി. ഇറ്റ് വാസ് എ ഗുഡ് ട്രൈ. ബെസ്റ്റ് ഓഫ് ലക്ക് ബാദൽ ആൻഡ് സാഹിത്യ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാവ്, ദാറ്റ് വാസ് ഷവറിംഗ് കമന്റ്സ് അല്ലേ, വണ്ടർഫുൾ കമന്റ്സ്. എന്തായാലും മാർക്സിലേക്ക് പോകാം. ലല മജ്നു ഔട്ട് ഓഫ് 10. Of course 10 on 10 for their effort. 10 on 10. Romeo Juliet. 10 on 10. 10 on 10. Shanti Master, marks. Okay, and your mark goes in the box. Thank you, Master. Seriously, ഈ സ്റ്റേജിൽ കുറേ പെർഫോമൻസസ് കാണും, ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. പക്ഷേ നമ്മുടെ ഈ ഒരു കേരളത്തിലെ പെർഫോമൻസ്, കഥകളി, നമ്മുടെ ട്രഡീഷണൽ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് യു ഗൈസ്. സീരിയസ്ലി, താങ്ക് യു സോ മച്ച്.
സെമി ഫൈനൽ പറയുമ്പോൾ പെർഫോമൻസസ് ഇതുപോലെ തന്നെ വേണം. All the 3 performances was just super duper. എനിക്ക് ആരാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഓരോരോ കാറ്റഗറി ഇറ്റ് വാസ് അപ് ടു ദ മാർക്ക്. പക്ഷെ അവരുടെ ശാന്തി മാസ്റ്ററുടെ മാർക്സ് എന്താണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ സെലക്ഷൻ റൗണ്ടിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എനിവേസ്, ഐ എൻജോയ് ടുഡേസ് എപ്പിസോഡ്. ഐ ഹോപ്പ് യു ഓൾ ഡിഡ് സോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം with much more exciting performances. This is me, Sija, signing off from Premier Footwear. Let's Dance Season 2. റാങ്കനി 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 എന്നെ റമ്മിലൂറ പോട് ഇനി കാമിനി 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 നെരുങ്കാമൽ നെരുങ്ങിയാട് செம்மாங்கனி மாங்கனி மாங்கனி இரு கண்ணம் தந்த சூடு உயிர் வாங்கினி 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 இது இரவு காடு இரையை தேடு தீய தீயரா தீயே இரு தீயே मेरी अधूरी प्यास प्यास तू आ गई मन को रास रास अब तो तू मेरी अधूरी प्यास प्यास तू आ गई मन को रास रास अब तो तू आजा पास पास ரொம்ப ஃபீலிங்னா வாழ தேடி போவ நீ வேணான்னு போனா தேவதாசாவ அவளை டாட்டா சொல்வா பின்னால போவாத പൊന്നിള നീരുണ്ടേ ചെറുതേൻ മാവിള നിമ്മമ്പഴ